എന്തൊക്കെയാണ് ഇത്? അതെന്തോന്ന് JCB-യാ? It's another people the same stuff. You can think you different and you must continue. You're trying to hit it, but you just don't get it. It's impossible. I'm probable, I'm even responsible. Too many obstacles. You gotta stop people. You gotta take it slow. You can't be a blown over some time no more. ഇത്ര ഭംഗിയുള്ള ട്രക്കൊക്കെ ഉണ്ടോ നമ്മളിവിടെ? ലോറി ഇതൊക്കെ റോക്സി കണ്ടോണ്ടല്ല തീർന്ന്. കൊള്ളാം നല്ല രസമുണ്ട്, അടിപൊളി. സാധനം നല്ല രസമുണ്ട്. ആ ഫസ്റ്റ് ഫ്രെയിം കണ്ടായിരുന്നു, അത് നല്ല രസമായിരുന്നു കാണാൻ. ഓ ഈ ഫ്രെയിം നല്ല രസമല്ലേ? ഈ ഫ്രെയിം നോക്കി, കൊള്ളാം. ഓക്കെ അടിച്ച നൈസറാ. നീ ഇപ്പം അതും ഇത് ചെയ്യുമല്ലേ? കൊള്ളാം നൈസ് നല്ല രസമുണ്ട്, അടിപൊളി, പൊളി. മലിനേജിയോട് കേരള ഇന്നലെ കളിക്കുന്ന വിചാരിച്ചു. ഇന്ന് തന്നെ RP ആറാന്ന് വിചാരിച്ചത്. ஷர்ட் கொள்ளா. தேங்க்யூ. நான் சொன்னேன் உங்க ஏரியாவா? இந்த ஏரியா, அந்த ஏரியா, அந்த இடம், இந்த இடம் எங்கேயுமே நீ பயம் கிடையாது. ஏன்னா ஆல் ஏரியாவிலையும் ஐயா கில்லிடா. ஓகே ആഴ്ചയില് 7 ദിവസത്തില് 5 ദിവസം അവന്റെ PC കംപ്ലൈന്റ് ആയിരിക്കും. പാവോടാ. ശരിയാക്കി സെറ്റാക്കി ഇപ്പൊ സെറ്റാക്കി ആള്. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പഠിക്കുക. നമ്മള് ന്യൂ മെറ്റയിലോട്ട് അഡാപ്റ്റ് ആയ പിള്ളേരുടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലതാണ് PvP-ല്. I refuse to walk away from the fight. It's my nature to go right to the end, and that's what I'm going to do. ആളെ മനസ്സിലായോ? ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചാലും അതല്ല. നമുക്ക് ഇതുപോലെയൊക്കെ ഒരു F1 റേസർ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തായിരിക്കും നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്? കുടുംബം വിൽക്കണം. ആദ്യം നേരെ കുടുംബം വിൽക്കണം. എന്നിട്ട് വണ്ടി കയറി പുറത്തു പോകണം. പിന്നെ കാർട്ടിങ്, ഗോ കാർട്ട് അതൊക്കെ പഠിക്കണല്ലേ? നല്ല റിഫ്ലക്സ് ആണ്. റിഫ്ലക്സ് ഒക്കെ നമ്മള് സ്കിൽസ് ഒക്കെ നമ്മള് ഉണ്ടാക്കുന്ന സാധനമല്ലേ? നമ്മള് പ്രാക്ടീസ് ചെയ്ത് നമ്മള് അച്ചീവ് ചെയ്യണ സാധനമല്ലേ? അതൊക്കെ നമുക്ക് കിട്ടും. അതല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിലോട്ട് ഇറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, നല്ല പൈസ ജനിക്കുമ്പോ ഓരോരുത്തരും കഴിവോട്ട് ജനിക്കുന്നതല്ല, ഓരോരുത്തരും അവന്റെ കഴിവ് ഉണ്ടാക്കുന്നേ. മനസ്സിലായില്ലേ? കളിച്ചത് ജഗത്താനോടാണ്. നാളത്തെ കൊച്ചിക്കാറ്റിൽ നിന്റെയൊക്കെ ചോരയുടെ മണം ഉണ്ടാവും. SSGയുടെ FXG ഫക്നെക്സ് ഗെയിമിംഗ്. നൈസ് വീഡിയോ ബ്രോ. എന്തിന് FXG ഫാൽക്കൺ ഒരാളെ വെയിറ്റ് ചെയ്യുക. പൊറോട്ട അടിക്കുന്നുണ്ട്. അഭിരാം വരാം. നോക്ക് 3 പേർക്കും കൂടെ വണ്ടിയുടെ ഏത്
രസം വിട്ടോണ്ടിരിക്കുന്നത്. ഒറ്റയടിക്ക് ചന്ദ്രൻ കിക്കാവും. ഒറ്റയടിക്ക് കിക്കാവും. എങ്ങനെയെങ്കിലും എന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഞാൻ ടിവിയുടെ കഴിഞ്ഞ് പോണല്ലേ ഇവിടെ നിന്ന്. കൊള്ളാം, നല്ല പ്ലാൻ ആണ്. അത്ര സൂപ്പർ സൂപ്പർ. അയ്യോ സോറി അല്ലേ, അറിയാതെ പറ്റിയതാണേ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇതൊക്കെയാണ് അളിയന്റെ കോമഡികള്. എടാ എനിക്ക് എന്റെ ഓർമ്മ പോയടാ. എങ്ങനെ നടന്ന പെണ്ണാണ് ഈ? കണ്ണാണത്തില്ലെന്ന് അറിയാം. ചിരിക്കല്ലേ. എല്ലടാ ചീമിറ്റേരി എളുപ്പാ. ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ ആപ്പ് ഏതാ പറയാ? ഇൻസ്റ്റാഗ്രാം. ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ ആപ്പ് ഇൻസ്റ്റാഗ്രാമാ. ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ ആപ്പ് പറയാം? 45. What? അയ്യോ Spotify എന്നാണോ പറഞ്ഞേ? എടാ ഞങ്ങളെ ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ ആപ്പ് എന്ന് പറയാം. ആപ്പോ ഓ എടാ, പെസ്സിന് നല്ലൊരു ഫാൻ ഫോളോയിങ് ഉണ്ടല്ലേ. എനിക്കറിയത്തില്ല കേട്ടോ, കൊറേ പേര് ഇത് കുത്തിയതിന് കളിക്കുന്നതാണ്. അപ്പൊ ഈ പബ്ജി ഒക്കെ പോലെ കൊറേ പേര് കളിക്കുന്നുണ്ടല്ലേ പെസ്. അയ്യോ ചാട്ടൊക്കെ കത്തിയല്ല, അപ്പൊ അത്രയും ഫാൻസ് ഉണ്ട്. ഓക്കെ നൈസ്. കളിച്ചു നോക്കണ്ട. അല്ല നമുക്ക് ബോൾ എടുത്താ ഷടാപ്പ് കൂക്കണം. ഷടാപ്പ്. എവിടെ നിന്ന ആളല്ലേ കോളിയുടെ നിന്ന് തട്ട്. ഹായ് ഒയാസിസ്, this should be sad. വേടന്റെ കൂടെ സെൽഫ് റെഡി ആക്കി തരുമോ? വേട്ടക്കാരനല്ലേ ഇത്? ഇതാരിത്? ഇതാര്? ഇത് ലോകയിലെ വലിയ അക്കൗണ്ടിലല്ലേ? ഈ വേടല്ല പാട്ടൊക്കെ പാട്. ചങ്ങതിന് മൈക്ക് കൊടുക്കും ശരി കേട്ടോ. ഇതൊക്കെ എന്തിനു നോക്കണ്ട നോക്കിയാണ്. എന്റെ അമ്മ, ഇതാണ് ജെമിനി എല്ലാവർക്കും പറ്റൂല. ഞാൻ ഇൻസ്റ്റാൾ ഒന്നും ചെയ്തിട്ടില്ല നോക്കണ്ട, സത്യം പറയല്ലേ. നമുക്കൊന്ന് ട്രൈ അങ്ങനെ വരാൻ നോക്കിയാലേ, ട്രൈ ചെയ്ത് നോക്കാം. റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. ഇറ്റ്സ് എ ലോട്ട്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച് റാംബോ ബ്രോ. കണ്ണന്റെ വ്ളോഗ് ഗൈസ്, നമ്മളിപ്പോ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ അതിന് റീച്ച് കുറയും. നിങ്ങളെ കാണാം. ചന്ദ്രൻ സിയോണിൽ പോയെന്ന് കണ്ടപ്പോ ചില കമന്റ് ബോക്സിൽ പുള്ളിപ്പോ ചന്ദ്രൻ അണ്ണനെ തെറ്റിപ്പിരിഞ്ഞ് ചന്ദ്രൻ വേറെ ഗ്യാങ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെയാണ് ചർച്ച. ചന്ദ്രൻ അറിയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു അടവാണ്. ഗ്യാങ് ഫണ്ട് കൊടുക്കണ്ടല്ലോ. ചെറിയൊരു ആശ്വാസം കിട്ടി തോന്നുന്നുണ്ട്. ചെറിയൊരു ആശ്വാസം കിട്ടി തോന്നുന്നുണ്ട്. ടോക്സിക് റിലീസ് മാറ്റിയപ്പോ ഒരു പ്രൊഡ്യൂസറിന്റെ ആംഗിളിൽ നോക്കുമ്പോ. ഇല്ല, ടോക്സിക് മാറിയ എന്തുകൊണ്ടാ? ടോക്സിക് മാറിയത് എന്തുകൊണ്ടാ അറിയില്ലേ? ഞാൻ കത്ത് വായിച്ചില്ലേ? കത്ത് വായിച്ചല്ലേ? റിലീസിൽ യുദ്ധം നടക്കുന്ന അറിഞ്ഞാ? അതറിയാം. എന്നിട്ട് നമ്മൾ ഇറക്കുന്നില്ല. ഇപ്പൊ ടെൻഷൻ മാറുവോ? GCC ഒരു പ്രതീക്ഷയില്ല. ആര് പറഞ്ഞ പ്രതീക്ഷ? അവിടെ നിന്ന് ഇറക്കുന്നുണ്ട്. റിസ്ക് എന്ന് പറയണേ അല്ലേ? റിസ്ക് ഉണ്ട്, പക്ഷെ അടുത്തേക്ക് മലയാളികൾക്ക് ഭയങ്കര ഇതുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. ഇത് വേറെ പടം, അത് വേറെ പടം.
അപ്പൊ നീ ടോക്സിക് ഉണ്ടായിരുന്ന അതേ കാണാൻ പോകത്തുള്ളായിരുന്നു അല്ലല്ല ആട് 3 കാണുള്ളൂ. ഞാൻ തന്നെ ടെൻഷൻ അടിക്കുന്നത് അല്ല ആട് 1 ഉം 2 ഉം കണ്ട മലയാളികള് ആട് 3 അല്ലേ എനിക്ക് ടെൻഷൻ ഓക്കെ. എന്താ ചോദ്യം ചോദിക്കാൻ പോയേ? വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒരു കാര്യമില്ലല്ലോ. എന്തുവാ What happened? എന്റെ ഇവ കുറെ ദിവസം കൊണ്ട് ഒരു എലീനെ നോക്കി എലീനെ നോക്കി അതിന്റെ പുറകെ നടന്ന് ക്ഷീണിച്ച് ഒന്നും കഴിക്കത്തുമില്ല. എന്നാൽ ഈ എലീനെ പിടിക്കാനും പറ്റുന്നില്ല. എലിയാണെങ്കിൽ ഇടയ്ക്ക് ഒരിക്കൽ എന്തൊരു സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് സ്റ്റൗവിൻ്റെ അടിയിലൊക്കെ പോയിരിക്കും. നമ്മൾ അതിൻ്റെ ബാക്കിൽ നിന്ന് പോയി ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കും. മക്കളെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, കുഞ്ഞല്ലേ അത് എവിടെയൊക്കെ കൂടി ഇങ്ങനെ പറന്നും ഓടിയും ചാടിയും മറിഞ്ഞൊക്കെ അങ്ങ് പോവും, സ്കിപ്പ് അടിച്ചങ്ങ് പോവും. നമ്മളെ കിട്ടും ഒരു ദിവസം, നമുക്കങ്ങ് പണിയാം. എന്തു പറയണ, മുക്കാലി കെട്ടി തൂക്കി അടിക്കായിട്ട് കേട്ടാ. സ്കെച്ച് ചെയ്യാം, ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം കേട്ടാ. ടെൻഷൻ ആവണ്ട. ഈഗോ ഹേർട്ട്, ആളുടെ ഈഗോ ഹേർട്ട്. അതായത് നോക്കിയപ്പോൾ ആൾ ഇച്ചിരിയല്ലേ ഉള്ളൂ, കണ്ടമാനം ഗ്യാപ്പൊക്കെ അടിച്ചാൽ പോകുന്നത്. ഈ ഇതിൻ്റെ എന്താ പറയുക, ഈ ബക്കൻ്റെ ഇടയ്ക്ക് കൂടിയും പാത്രത്തിൻ്റെ ഇടയ്ക്ക് കൂടിയൊക്കെ ഭയങ്കര ഗ്യാപ്പ് അടിക്കുക. നമുക്കൊരു എൽപ്പെട്ടി മേയ്ക്കാം. ഓക്കെ, ഫ്ലാറ്റിൽ എങ്ങനെ വേണ്ടി ഇറങ്ങുന്നത്? എടാ മറ്റേ പൈപ്പില്ലേ, അതായത് നമ്മളെ കിച്ചണിലെ വിൻഡോ തുറക്കുന്നിടത്ത് പൈപ്പുണ്ട് താഴേന്ന് വരുന്നത്. അതിൽ കൂടി ഈ കഴിവറ മോൻ നുഴഞ്ഞ് റൗണ്ട് അടിച്ച് വരും. അതാണ് പ്രശ്നം. ബ്രോ സ്കിപ്പ് ആക്കല്ലേ, എങ്ങനെയുണ്ട്? ഇതൊക്കെ ഫേക്ക്, ഇതൊക്കെ പടം. ഇതൊക്കെ ഇത് വരച്ചിടന്നു പോകാൻ നോക്കണ്ണ. ഇതൊക്കെ പടം പടം വരച്ച് വെച്ചേക്കണ. ഇത് എനിക്കിത് ഈ ലൈൻ പോലും ഇങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കാൻ എനിക്ക് നേരെ വരയ്ക്കാൻ അറിയത്തില്ല മര്യാദക്ക്. സ്കെയില് വെച്ചാലും തെറ്റും. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു? നൈസ് ബ്രോ, ഒന്നും പറയല്ല, അടിപൊളി. ആർട്ട് ഡ്രീംസ് കൊള്ളാം, പൊളി. നോക്കാം. ഞാൻ ശനിയാഴ്ച പോയി, ഇവിടെ അവര് സെൻസർ ചെയ്യുമെന്ന് ഡൗട്ട്. പാട്ടില്ലെങ്കിൽ അല്ല, അറിയത്തില്ല എങ്ങനെയാണെന്ന്. നല്ല മൂവി. 65 ദിറംസാ ഒരു ടിക്കറ്റിന്. 65 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 ദിറംസ് ഞാൻ ഒരു 1400 1500 സാഡി ഉണ്ടെന്നാ സ്പൈഡർമാൻ ട്രെയിലർ. നോക്കാം. I'm feeling like my old self again. Renewed, recharged, refocused, with nothing to stop me from being me. Okay. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ സ്വന്തം ക്യാരക്ടറിന്റെ വീഡിയോസ് ഒക്കെ കുറെ പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഫോൺ വരുന്നു, ഫോൺ. അച്ചു, ഞാൻ ലൈവ് ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചത്. സോണി RX100M7 അങ്ങനെ ക്യാമറ ഉണ്ടോ? അങ്ങനെ ക്യാമറ ഇല്ലേ? RX150 ഉണ്ടോ? എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി നോക്കാനാ, ഒരു കൂട്ടുകാരന്റെ ഫോട്ടോ ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നോക്കട്ടെ, ഒരു സെക്കൻഡ് അതെന്നെ നോക്കട്ടെ. RX100M7 ഉണ്ട്. RX100 വണ്ടിയല്ല അളിയ, ഉണ്ടെന്ന് തോന്നട്ടാ. അളിയൊന്ന് ഓൺലൈൻ നോക്കുവോ? RX100M7 സോറി. ഒന്ന് നോക്കിട്ട് പറയോ, ഞാൻ ലൈവാ. 150 എങ്കിലും നോക്കിയാൽ മതി, 135 അല്ലെങ്കിൽ RX എന്തായാലും മതി.
ഇതെന്താ ഡ്യൂറബിലിറ്റി റണ്ണവേ ഇതൊക്കെ ഇപ്പൊ അത് കണ്ടില്ലേ? ഇല്ല. ബുള്ളറ്റ് വെടി പോകുന്നില്ല, കൈ കൊണ്ട് അവസാനത്തവന്. ഇത് ഏത് വാറാ? ടോക്കിയോടെ ലാസ്റ്റ് കാണുന്നു. ടോക്കിയോയാ? ടോക്കിയോനെ പണിയാ? ടോക്കിയോ നമ്മള് സിറ്റിയില്ലാത്തപ്പോ നമ്മള് സിറ്റിയിലായിരുന്നു. സോറി, ഇത് സത്യം. ഇത് ചന്ദ്രന്റെ സ്ലോട്ടില് ബാമൻ കയറിയെന്നാ കേട്ടോ. ടോക്കിയോനെ അടിച്ചില്ല. ടോക്കിയോനെ പണി. ഓക്കെ 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 ഓക്കെ. ദാറ്റ്സ് ഗുഡ്. ദാറ്റ്സ് ഗുഡ്. പണി രണ്ടും പ്രീ വാറും തോറ്റി വാറും തോപ്പിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. നോക്കാം. റേജ് ബേറ്റിംഗ് ലോ സെൻസി പ്ലേയേഴ്സ്. എന്താ ഇത്? എന്താ Too slow. One enemy. Destro 30 FPS. കൊള്ളാം. ചന്ദ്രൻ എന്റെ 1 year ഹാർഡ് വർക്കാണ്. എന്റെ ചെറിയ ഒരു ഡ്രീം അച്ചീവ് ചെയ്തു. എ സ്മോൾ ഗെയിമിംഗ് സെറ്റപ്പ് ആൻഡ് ഗെയിമിംഗ് റൂം. നോക്കട്ടെ. ഇനിയും ഉയരങ്ങളിലെത്താൻ എടാ ഇനിയും നല്ല ഉയരങ്ങളിലെത്താൻ പറ്റട്ടെടാ. ഓൾ ദ ബെസ്റ്റ്. കൊള്ളാം, നല്ല രസമുണ്ട്. മെയ്പോണ Ramora, thank you so much. Thanks a lot for the. Thanks a lot, bro. Thanks a lot. Thank you so much for the 10 membership. Yeah. Thank you. Thank you, Rambo bro. Thank you so much. Rambo bro, എന്ത് പറ്റിയിന്ന്? സാലറി ഒന്നോ കുക്കണ ഒരു മന്തി വാങ്ങിച്ചാ വിശക്കണ. മന്തിയാ? എവിടുന്ന്? അന്ന് മേടിച്ചെടുത്തു. തന്റെ സാമ്രാജ്യത്തെ സംരക്ഷിക്കുവാനായി സൂര്യവർദ്ധൻ 3 സുരക്ഷിത വലയങ്ങൾ തീർത്തു. ഒരു വലിയ ചുറ്റുമതിൽ, അതിന് വലിയൊരു വാതിൽ, അതിന് രണ്ടിനെയും സംരക്ഷിക്കാനായി നിർഭയനായ ഒരു സൈന്യാധിപൻ, വാനരം. ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നേ, ഈ സ്വയം ഇങ്ങനത്തെ PR ബോക്സ് കണ്ടിട്ട് മനസ്സിലായി. എല്ലാരും കേട്ടില്ല എന്താ പറയാൻ വന്നേന്ന്? കിട്ടലുണ്ട്, നല്ല സുഖം കിട്ടുന്നുണ്ട്. ഞാനൊരു പെയ്ഡ് ചെയ്യാന്ന് നിങ്ങളെ തെളിയിച്ച എന്റെ തല വെട്ടി താരത്തി വെച്ച് ഇങ്ങനെ കാണിക്കും ഞാൻ ലൈവില്. മനസ്സിലായ? ലവി ഉണ്ടോ ഇവിടെ? ലവി
മഴ മഴേ മഴ നല്ലതാ. കറണ്ട് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ അപ്സെറ്റ് സ്റ്റോറി ഉണ്ടാ മറ്റേ എന്താണ് ആലിപ്പഴം ആലിപ്പഴം തുളസി. ഇല്ല ഇത് എനിക്കൊക്കെ വേണ്ടിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഒരാള് ചെയ്യാൻ നോക്കണ്ടത്. ഞാനൊക്കെ അത്രയ്ക്കും കിട്ടണമെന്നല്ലല്ലോ വെക്കണ. അല്ലല്ല നമ്മൾ അത്രയ്ക്കും നമ്മളായിട്ടില്ല. ആണ് മങ്കീസ് വാണ്ട് ടു ഫ്ലൈ എന്നാ. ഞാൻ അവിടെ ഇങ്ങനെ നിങ്ങളെ തിരക്കി അവിടോട്ട് പോയപ്പോഴേ SRR അവിടെ നിൽപ്പുണ്ടായിരുന്നേ. അപ്പൊ അവരിങ്ങനെ 2 കൊട്ടയൊക്കെ വെച്ചിട്ട് നിൽക്കുന്നു. കൊട്ടയാ? അപ്പൊ ഇവന്മാര് പറഞ്ഞു എൻ്റെ അടുത്ത്, ഞാനൊക്കെ ചോദിച്ചു ബ്രോ എന്താണ് ബ്രോ വെച്ച് കിട്ട് നിൽക്കുന്നതെന്ന്. അപ്പൊ ഇവന്മാർ എന്നോട് പറഞ്ഞു അത് ഞങ്ങള് കൊട്ട വെച്ച് കിട്ടി നിൽക്കുകയാണെന്ന്. അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ബ്രോ ഇത് വെച്ച് കിട്ടിക്കുന്നത്? അത് പറയുന്നത് പറക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബ്രോ എന്റെ പാള് വെച്ച് പറക്കുന്നേ. കൊട്ട വെച്ച് പറക്കുന്നവിടാ നീ? ഓ ചിറകുണ്ടോ അതിന്? ചിറകുണ്ടോ? പിന്നെ ചിറകില്ലേ? ഓ കാക്കയ്ക്ക് ചിറകുണ്ട്, പക്ഷെ നിന്റെ ചിറക് കാണുന്നില്ല. അതാണ് വെച്ച് കെട്ടിയേക്കുന്നത്. ഇതാണ് കാക്കയുടെ ചിറക്. അതെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കഴിവില്ലാത്തവരിങ്ങനെ കെട്ടി വെച്ച് എന്നെ കണ്ടില്ലെങ്കിൽ വിളിച്ചു പോകണം കേട്ടോ. SRR എടുത്ത് ചോദിച്ചാൽ ഞാൻ അവിടെ കാണും. ആരുടെ ഇത്? SRR മുഹമ്മദ് ഫാറൂഖ് 200. ചന്ദ്ര ഞാൻ ലൈവ് കാണുന്ന ഷംനയുടെ അനിയനാണ്. ചേച്ചിയാണ് തരാൻ പറഞ്ഞത്. താങ്ക് യു ഫോർ ദ 200 GPay. അവന് കൊട്ട മാത്രമേ ഉള്ളൂ, അവന് സാധനമില്ലാത്തവനാ. അവന് കൊട്ട മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരുത്തനാ. എങ്ങനെ കയറിലൊക്കെ നടക്കും ബ്രോ? ആരായാലും ചന്ദ്രൻ ബിൽഡിംഗ് നോക്കട്ടെ. ചന്ദ്രൻ ചന്ദ്രന്റെ പാലം കുക്കണ്ണ പ്രശ്നമാക്കല്ലേ. ഒരു പ്രശ്നമില്ല, ചന്ദ്രന്റെ പാലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ പരിപാടിക്ക് പോയിട്ട് അങ്ങനത്തെ ഒരു പേര് വന്നിരുന്നു. അയ്യോ, ലൈവ് ബ്ലാസ്റ്റോടെ ലൈവ് ബ്ലാസ്റ്റാ. ആരും ഒന്നും അറിയാത്ത പോലെ ഇരിക്കണേ. എല്ലാരും ചിരിക്കുക. ഇല്ലില്ല, അറിയത്തില്ല എന്താ പറ്റി അറിയില്ല. ഹലോ ഊക്കണ്ണ, എന്താ ഊക്കണ്ണ? ഹലോ, കേക്കാവോ? എന്താ ഊക്കണ്ണ പറഞ്ഞ? ബാക്കടിച്ചാ നോക്കുവേ. ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്തിന് ഇവന്മാര് ഓരോ ചിരിക്കാനായിട്ട് എന്ത് പറഞ്ഞാൽ ചിരിച്ചോണം. ഞാൻ ഓൺ ഫുട്ടാണ്. ചന്ദ്രൻ ഓൺ ഫുട്ടാണ്. ചന്ദ്രൻ ഓൺ ഫുട്ടാണ്. ചന്ദ്രൻ ഓൺ ഫുട്ടാണെന്ന് കാരണം നമ്മളത് കൊറേ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബിൽഡിംഗ് ആണ്. ലാൻഡ്മാർക്ക് ആണ്. John was a good boy. Pop the tries. Till it's right out. Tommy's different.
എടാ ഇതുപോലെ ഇതാര ചെയ്ത ഇഷ്ടപ്പെട്ടത് ഇതാര ചെയ്തേ? എന്തിനാ അടുത്ത പെയ്ഡ് വർക്കിനല്ലേ? ഇത് പെയ്ഡ് വർക്കിന്. പെയ്ഡ് വർക്ക് ഇത് ഫസ്റ്റ് വാസവണ്ണ എന്നെയും പിന്നെ രായര് ബാബു നമ്മളെല്ലാരും ചെയ്തു തരുമോ? സെറ്റ് ആയിരിക്കും. കൊള്ളാട്ടാ, ഇത് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. ഫോക്കസ്. ബോബനെ കിട്ടി. ബോബനെ കിട്ടി. ബോബിനെ ചേർത്തില്ല. 3 പേരെ പറ്റത്തുള്ളൂ. ചന്ത, ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താ? ഇപ്പോ ഞാൻ ഒരുത്തിയെ ലോയലായിട്ട് സ്നേഹിച്ചേന് 6 years ഓൺ സൈഡ് ആയിരുന്നു. പക്ഷെ ഞാൻ ഫോഴ്സ് ഒന്നും ചെയ്തില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ ആണെങ്കിൽ 3, 4, 5 റിലേഷൻ. ചന്ദ്രു, ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താ? ഞാൻ ഒരുത്തിയെ ലോയലായിട്ട് സ്നേഹിച്ചേ 6 years ഓൺ സൈഡ് ആയിരുന്നു. പക്ഷെ ഞാൻ ഫോഴ്സ് ഒന്നും ചെയ്തില്ല. ഓക്കെ, 6 year ആയിട്ട് ഒരുത്തിയെ സ്നേഹിച്ചു, ലോയലായിട്ട് നിന്നു, വേറെ ഉപദ്രവിച്ചിട്ടില്ല, പുറകെ ശല്യപ്പെടുത്തിയിട്ടില്ല, അവിടെ തിരിച്ച് ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ ആണെങ്കിൽ 4, 5 റിലേഷൻ ഓക്കെയാ. അപ്പൊ ഈ ലോയലാകുന്നതാണോ തെറ്റ്? ഞാൻ ഇത് പറഞ്ഞിട്ട് വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ലൈക്ക് നിനക്ക് നല്ലൊരു കൊച്ചിനെ നിനക്ക് കിട്ടും. അതെപ്പോഴായാലും ഈ ലോയൽറ്റി നീ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നീ നോക്കുന്ന കൊച്ചിനെ, അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു ആള് നിന്റെ ലൈഫിലോട്ട് വരും. എൻ്റെ ആ ഒരു മൊമെന്റിന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഈ 4, 5 റിലേഷനൊക്കെ ആക്കിയത് ലൈക്ക് അത് അവൻ്റെ അത് പേഴ്സണലാണ്, പേഴ്സൺ ടു പേഴ്സൺ. ഇതൊക്കെ അതിലും നമുക്ക് അത് ലൈബ്ലെസ് കൈൻഡ് ഓഫ്, അതായത് ഓരോരുത്തരുടെ താല്പര്യമാണ്. നിന്റെ അടുത്ത് ഒരിക്കലും അങ്ങനെ ആവാൻ പറയത്തില്ല ബ്രോ. ഓക്കെ, ഇന്ന് നമ്മുടെ അർജുന്റെ ദിവസമാണ്. 10:40 ടൈം. പ്രേമം മാറി കാമം കയറി കളിക്കുന്ന ഈ കാലത്ത് ആത്മാർത്ഥമായിട്ടൊരു പെണ്ണിനെ പ്രേമിച്ചവനാ നമ്മുടെ ചെക്കൻ. അതെനിക്ക് അവൻ അത്ര ഇഷ്ടം. ആ പ്രേമിച്ച പെണ്ണിനത് മനസ്സിലായാലും ഇല്ലേലും എനിക്കറിയാം അവന്റെ പ്രേമം. അപ്പോ ചന്ദ്രൻ ലാസ്റ്റ് നോക്കണം. പയ്യൻ ലോയൽറ്റി പോയിന്റ്സ് കൂടുതലാണല്ലോ. 6 വർഷമൊക്കെ ഒരാളെ വൺ സൈഡായിട്ട് നിന്ന് ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ബ്രോ യു ആർ സോ ഗുഡ് അല്ലേ? 6 വർഷം ചെറിയൊരു കാലയളവല്ല. Nice. Wait. കാലമൊക്കെ മാറിയടേ. മനുഷ്യനെ സ്നേഹിക്കുന്ന കാലമൊക്കെ വരുന്നതേ. മതമൊക്കെ നോക്കിയിരിക്കും എല്ലാരും. ഇത്ര കാലം, കുറച്ച് കാലം കഴിഞ്ഞാൽ ചത്ത് മുകളിലോട്ട് പോവും. അത്രേ ഉള്ളൂ. കുറച്ചുകാലം സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ഞാൻ ആർപിയിലോട്ടേക്കില്ല. അല്ല, ഒരുത്തൻ ചോദിക്കുന്നേ ഞാൻ ആർപിയിലേക്ക് കേറ്റുമെന്ന്. ഞാൻ കേറുന്നില്ല. ഇപ്പൊ ഒരാൾ പൊറോട്ട അടിക്കുന്നില്ലേ, അത് മതി. ഒന്നാമതെ ചീത്തപ്പരെ വേണ്ട, ഞാൻ തിരിച്ചു വരും. ചന്ദ്ര, ഞാൻ 9 year ലവ് ആയിരുന്നു. ഇപ്പൊ ആ സ്നേഹിച്ച ആളെ കിട്ടി, ഒരു മോനും ഉണ്ട്. ഞങ്ങളുടെ ഹിന്ദു മുസ്ലിം ലവ് സ്റ്റോറിയാണ് ചന്ദ്ര. കുറച്ച് മുൻപ് എന്റെ അനിയനാ ജിപേ ചെയ്തു തന്നോ? ശബ്ദ ഭാത്തി. ഓക്കെ. I mean, thank you for the 200. Happy to hear this. Nice.
കൊള്ളാം. അവിടെ എന്തൊക്കെയാ ചാറ്റിൽ എന്റെ തൊടാന്നൊക്കെ പറഞ്ഞയക്കുന്നു ഒരിടത്ത്. ചന്ദ്ര എന്റെ ബാൻ. ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. ജിപേ ആരാ ജിപേ നോക്കാൻ പറയുന്നുണ്ട്. ഒരു 10,000 രൂപ വെച്ചാണ് ജിപേയില് പെട്ടെന്ന്. ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ Thank you so much for the 100 GP. Thank you bro. Thank you so much. ശ്യാം സിംഗ് പി അല്ലേ? എപ്പോ ചെന്നാലും തീർന്നോണി ഈ ക്രീം ബണ്ണ്. ഈ തവണ ഞാൻ അങ്ങോട്ട് പൊക്കിട്ടോ. എന്റെ പൊന്നോ, എറണാകുളത്ത് ഇത്രയും ഫാൻ ബേസ് ഉള്ള വേറൊരു ക്രീം ബണ്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ സംശയമാണ്. നല്ല സോഫ്റ്റ് ബണ്ണിനുള്ളിൽ റിച്ച് ആയിട്ടുള്ള ക്രീം ഫില്ല് ചെയ്ത് തന്നെ ഈ ഐറ്റം കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റൂല. അടിപൊളിയാണ്. പക്ഷെ ഞങ്ങളെപ്പോലെ കാറിലിരുന്ന് കഴിക്കരുത്, മൊത്തം കാറിൽ കൂടെ. 35 രൂപയാണ് ഇതിന്റെ റേറ്റ്. അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട, എറണാകുളം വൈറ്റിലയിലായിട്ട് സുപ്രീം ബേക്കറി. പ്രമോഷനാണിത്. ഇത് പ്രമോഷനാണ്. കൊള്ളാം. How are you? Good. Are you sure? കണ്ടു. തിരിഞ്ഞു പോയാ അവന്. കുക്കണ്ണ കണ്ടത്? What the fuck is this? ഇത് കൊറോണ എഞ്ചിനീയർ. തിരിഞ്ഞ് ഈ പാട്ടൊന്നും കേൾക്കാ. മറ്റേ പാട്ട് നഗരം എൻ കൈപ്പിടി, നിയമം എൻ ചങ്കി. എന്താ കമ്മ. മറ്റേ നോക്ക്. ചന്ദ്രൻ പോലെ ഉയർന്നവൻ, റിങ്കിൽ തീപ്പൊരി പൊട്ടിക്കുന്നവൻ, കൈ ഉയർത്തി ലോകം മുഴുവൻ വിളിക്കുമൊരു പേര്. പാട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഇന്ന് തന്നെ. ഇന്ന് മനസ്സിലായടാ, നീ മേലിട്ടോല്ലേ നീ അവന്റെ. അല്ല, അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടോ സാധനം ഓൾറെഡി നമ്മളെടുത്ത്. നോക്കി, ഇതിനകത്തൊരു കണ്ണ് പോലെ കാണാല്ലേ, അതുകൊണ്ടാണ് ക്യാരറ്റ് കഴിക്കുന്നത് കണ്ണിന് നല്ലത് പറയുന്നത്. ഈ തക്കാളി ഇങ്ങനെ അരിഞ്ഞാല് ഇതിനകത്തൊരു ഹൃദയം കണ്ടോ മച്ചി, അതുകൊണ്ടാണ് തക്കാളി കഴിക്കുന്നത് ഹൃദയത്തിന് നല്ലത് പറയുന്നത്. അതുപോലെ ഈ ബീൻസില്ലേ, അതിനകത്തുള്ള ഈ മണി അത് വന്ന് കിഡ്നി പോലെ ഇരിക്കും. അതുകൊണ്ടാണ് പഴമക്കാര് പറയുന്നത് ബീൻസ് കഴിക്കുന്നത് കിഡ്നിക്ക് നല്ലതാണ്. അപ്പോ അത് പടവലങ്ങ ഞാൻ എത്ര കോമഡിയാ എന്ത് സീയല്ലേ ഇതൊക്കെ. എന്താ ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ ആപ്പ് ഏതാ പറയാ? ഇൻസ്റ്റാഗ്രാം. ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ ആപ്പ് കണ്ട് കൊല്ലാന്ന് പബ്ജി ആണെങ്കിൽ കണ്ടെങ്കിലും എടുക്കായിരുന്നു. പോയിട്ട് കണ്ടെങ്കിലും എടുക്കായിരുന്നല്ലേ. പോണവൻ രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ ഇടിച്ച് പപ്പടാക്കിയാട്ടാ. ഇടിച്ച് കേറി ഇടിച്ച്. What? Nothing. Nothing? I don't think so. Your hair just looks like this. Yeah. What is this? Did I make you upset? No. What? Really? But your eyes are very pretty. Now reflecting.
ഷൂട്ടിംഗ് ആപ്പാണോ കുക്കണ്ണ അതിന്റെ വില യു അറിയോ? ഷുഡ് ബൈ അത് ദിസ് app കുക്കണ്ണ ആണോ? യു ഷുഡ് ബൈ ദിസ്. അതെ അതെ ആപ്പാണോ? പേരറിയാവോ ഇത്? വീഡിയോ ചെയ്തോന്റെ പേരറിയാവോ? ഒന്ന് DM വരണേ. കുരുക്ഷേത്ര ഭൂമിയിൽ പുതിയൊരു പടം. ഐ ആം ഷമ്മി. താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രിപ്ഷൻ ബ്രോ. മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. ലവ് യു. താങ്ക് യു ബ്രോ. താങ്ക് യു. താങ്ക് യു ബ്രോ. താങ്ക് യു. താങ്ക് യു ഗൈസ്. എല്ലാവരും ഇത് വാങ്ങിക്കണം. എന്ത് പറയും? അതിനെ മറ്റേ എന്റെ അനിയത്തിന് ലൈൻ ഇതുപോലെ പൊക്കിയത്. ലൈൻ പൊക്കിയത് അനിയത്തിന്റെ ലൈൻ ഇതുപോലെ ഞാൻ പൊക്കിയത്. നടന്നു പോകുമ്പോണ്ട് ആള് എൻജോയ് ചെയ്ത് നടക്കുന്ന എന്റെ വൈഫക്ക് റാസ്ക്. എനിക്ക് വിഷമം വരൂലേ? എനിക്കൊരു പെണ്ണില്ല, ഓളെ എൻജോയ് ചെയ്യുന്നു. എന്തൊരു അവസ്ഥ നോക്കിയിട്ട് എന്റെ ചേട്ടനെ മൂത്ത ചേട്ടനെ. വിഷമൊന്നുമില്ല, വിഷമൊന്നുമില്ല. ആൽഫ വിങ്സ് ആണ് സൗണ്ട് ക്ലൗഡിൽ നോക്കാം. വാസം ഓക്കെ ഓക്കെ പോട്ടെ 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 പോട്ടെ. ജക്ക എന്താ സൗണ്ട് ഉണ്ടാക്ക? ഇങ്ങനെയൊക്കെ ചെയ്യണമാര് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ അവനെ നോക്കുമ്പോ അവനൊരു ടോപ്പ് ബ്രാൻഡിന്റെ മോഡലായിരിക്കും ചിലപ്പോ. മനസ്സിലായില്ലേ? ഇപ്പൊ ഇരുന്ന് ചിരിക്കണമാരൊക്കെ ചിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞല്ല. നിങ്ങൾക്ക് തോന്നില്ലേ ഡ്രീമറിന് ഒരു മോഡലിന്റെ ഒരു കട്ടും ഒരു ബോഡി ഞാൻ പറയണേ, അല്ല ഡ്രീമർ ബോങ്കേഴ്സ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ഡ്രീമറിന്. പിന്നല്ല, നമുക്ക് അവരൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കിയാലോ? ഇത് സത്യം പറയാനുണ്ടല്ലോ. ഞാൻ ഫ്ലെക്സ് ചെയ്യാം കുക്കണ്ണ. എനിക്ക് ഫ്ലെക്സ് ചെയ്യുന്നു. ഇപ്പൊ ഇട്ടത് ബോങ്കേഴ്സ് അല്ലേ? ഇപ്പൊ ഇട്ട ഷർട്ട് ബോങ്കേഴ്സ് മേടിച്ചല്ലേ കുക്കണ്ണ? ഇത് ബോങ്കേഴ്സിന്റെ ഇതാണ് കുക്കണ്ണ. നമ്മളന്ന് മേടിച്ചത് അറിയാം. പ്ലീസ് എൻജോയ്, പ്ലീസ് എൻജോയ്. കൈവടി ബൈസ് കടി കണ്ട് നമ്മള് കണ്ട് ചാറ്റില് തീ കാണുന്നില്ലേ? എന്ത് ലൈവ് ബ്ലാസ്റ്റർ. ഡാഡി വന്നു. ഡാഡി ലൈവ് ബ്ലാസ്റ്റർ. Hey daddy, how are you daddy? Daddy how are you? I'm fine. ബ്രോ ഷർട്ട് എടുത്ത് മേടിച്ച ലിങ്ക് ഉണ്ടോ? ഷർട്ട് ബോങ്കസിന്റെ ആണ്. ഞാൻ ഫുൾ ബോങ്കസിന്റെ ഇതാണ്. പക്ഷേ എന്താ പരിപാടി ഗ്രപ്പാ? ഇവിടെ ആലിപ്പഴം പെയ്യുന്ന ഐസ് മഴ പെയ്യുന്ന ഐസ് മഴ പെയ്തല്ലേ? കിടിലം തണുപ്പ് കേട്ടോ. മുച്ച് തണുപ്പ്. എന്നിട്ട് എന്താണ് ആയോ? ശരക്ക് എന്നൊക്കെ പറഞ്ഞ ഷർട്ട് ഇട്ടെ കഴിക്കണം. കഴിക്കോ മരങ്ങ് കുറച്ച് കഴിയുമ്പോ? ഇത് ആലിപ്പഴം പെയ്തിട്ട് എന്തായിരുന്നു എക്സ്പീരിയൻസ്? പറയൂ കിരപ്പൻ. എന്താ എക്സ്പീരിയൻസ്? ഞാൻ ആദ്യമായിട്ടാണ് സാധനം കാണുന്നത്. പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? എന്റെ ഈ അമ്മയൊക്കെ വീട്ടില് കഴിച്ചു നോക്കിയായിരുന്നോ? കടിക്കാൻ പറ്റുമോ? കടിച്ചു നോക്കില്ല. അത് ചിലപ്പോ മറ്റേ ആസിഡ് ഉണ്ടാവും. ആസിഡ് എന്തെങ്കിലും ആയിരിക്കും. ടോക്സിക് സാധനങ്ങളായിരിക്കും വരുന്നത്. കൊറേ പടപടാന്ന് കാരണത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല സൗണ്ട് ആയിരുന്നു. തന്നെ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ആണെന്നുണ്ടായിരുന്നു. ഇന്നലെ വേറെടുത്തൊക്കെ ബാംഗ്ലൂർ പല സ്ഥലത്തും ആയി. ഇതാരെന്നറിയോ? ഇതാണ് ലെവി. ഇതാണ് ലെവി.
ഇതാണ് എന്റെ കൊച്ചു ലവി. എന്റെ കൊച്ചു ലവി. ലവി ഇത് കാണുന്നുണ്ടോ? ലവി തൂങ്ങി ആൾക്കാർ സെയിം വീഡിയോ നമ്മുടെ ഒരെണ്ണം ഉണ്ടല്ലോ കണ്ണ. മാസ്ക് അപ്പൊ തന്നെ ശരത്തിന്റെ സ്പോട്ടി മാസ്ക് ഒക്കെ എടുത്ത് വെച്ചാട്ടോ. സോഷ്യൽ ആൻസൈറ്റി. ഇത് അന്നത്തെ അവൻ എനിക്കാണ് കൂടുതല് മൂവിയിലാണ് ബോസ്. ഇത് ആരാണെന്ന് നോക്കിയത്? ഇത് കണ്ടിട്ട് നമ്മളിന്ന് ഇതൊക്കെ ഫേമസ് ആയ വീഡിയോസ് അല്ലേ ഇത് ആ സമയത്ത്. എന്നോട് ചന്ദ്രാച്ചാന് ദൈവം എന്റെ നഗരത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിനെ വിളിച്ച് കരയേണ്ടി വരും. ഞാൻ ദൈവത്തിനെ ഒന്ന് കാണണം. ഒന്ന് കാണാൻ പറ്റുമോ? ഒന്ന് കേക്കണേ. ആ தெய்வம் காலூட்டி எங்க அப்பாவை திருப்பி கொண்டு வந்துருங்க தெய்வம். இது மாதிரி குடும்பம் பத்தாதீங்க தெய்வம். எங்க அப்பா ரொம்ப பாவம், எதுவுமே பண்ணிருக்க மாட்டாரு. பண்ணிருப்பாரு தெய்வம். தெரியாம செய்திருப்பாரு தெய்வம். எங்க அப்பாக்காக நான் இன்னும் கொஞ்சம் ദിവസം வெளில இருந்துட்டு வரட்டுமா? இந்த ஊர் விட்டு என்ன ஒதுக்கி வைங்க. எங்க அப்பா பாவம். ദൈവം ഒരു റിക്വസ്റ്റ് ആണ്. ഈ വിസ കളഞ്ഞ ദൈവമുണ്ട്. ദൈവത്തിനെ പുറത്ത് കടത്തി. വിഷമിക്കാതെ ദൈവം പോയി. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ പുള്ളിക്കാരെ കൊന്നു. വരുന്നുണ്ട് കണ്ട് നൈസായിരുന്നു ചേട്ടാ. ഞാൻ കണ്ട് കിടിലൻ കോണ്ടന്റ് ആയിരുന്നു. കുറെ ശേഷം നമ്മൾ ഇങ്ങനത്തെ വൈബിലുള്ള ഒരു വേറൊരു കോണ്ടന്റ് ചെയ്യുന്ന നൈസ് കോണ്ടന്റ് നല്ലായിരുന്നു. അലീനയുടെ സൈഡ് എന്നാ പറഞ്ഞ വീഡിയോ കിരപ്പ പെട്ടെന്ന് ചെയ്തിറക്കാം. അതിന്റെ നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിപ്പോയാൽ ഒരു ടയർ പകുതിയായി മുറിച്ച് വലിയ ബ്ലേഡുകൾ ഘടിപ്പിക്കുക. ഇനി നിങ്ങളുടെ സ്കൂട്ടറിന്റെ മുൻവശത്ത് 2 ടയർ ഘടിപ്പിക്കുക. ഒരു മരക്കഷണം ഉപയോഗിച്ച് ബ്ലേഡുകൾ കൂട്ടിയോജിപ്പിച്ച് അവയ്ക്കിടയിൽ ചെറിയ ബ്ലേഡുകൾ ഇടുക. തുടർന്ന് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് ആളുകളുടെ പറിയും മയിരും വെട്ടിമുറിച്ച് ഓടിക്കുക. ഞാനേ ഒന്ന് വരുന്ന പ്രതീക്ഷിച്ച് സീരിയസ് ആയിട്ട്. അയ്യോ ഇതെന്ത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്ക് അങ്ങ് അപരാധിക്കാം. ഇൻസ്റ്റാഗ്രാം എന്ത് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ അങ്ങ് തൊലച്ചങ്ങ് എന്തൊക്കെയാണോ പറയണം. അമ്മ പൊലയാടി മോനെ ചങ്ങ് കൊല്ലണം. ഇത് കിരപ്പ ഓറടിച്ചാ ഇല്ല. ബാക്കിൽ എന്തോ അത് സർക്കിള് അതെന്തുവാ? ഇത് അറിഞ്ഞിട്ടെ കണ്ട് അതിനെ വേണമെങ്കിൽ നീ സൂര്യ കൂടി അടിക്കാൻ പാ. ഒറ്റയ്ക്ക് 2 അടിക്കും. കണ്ട് മെയിൽ ഫ്രണ്ട്ഷിപ്സ് ആർ മോർ ഡേഞ്ചറസ് ദാൻ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ്. എന്താണെന്നറിയോ? ഞാനും എന്റെ ഫ്രണ്ട്സും തമ്മിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻസ് എല്ലാം ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പം ജയിലിലാവുമെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. മെയിൽ ഫ്രണ്ട്ഷിപ്സിന്റെ പ്രധാന സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ കണ്ണീച്ചോരയില്ലായ്മയാണ്. ഏവനെങ്കിലും ഒരുത്തന്റെ വായിന്ന് ഒരു വാക്ക് മിസ്പ്രൊണൗൺസ് ചെയ്ത് വന്നാൽ മതി, പിന്നെ അവന് ജീവിതകാലം മൊത്തം ഇട്ട് കൊല്ലാനുള്ള വകുപ്പ് ബാക്കിയുള്ളവന്മാരുണ്ടാക്കിയെടുത്തു. വൈകിട്ട് എനിക്കുണ്ട് 2 കൂട്ട്, എനിക്കുണ്ട് 3-4 പേര്. അതിൽ 2 അടിവെച്ച് പിണങ്ങിയിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ യൂസർ നെയിമും മറ്റേ നെയിമിന്റെ പേരും പറഞ്ഞ് അടിവെച്ച് 2 ആഴ്ചയായി വേണ്ടിയിട്ട്. ഇത് യവന്മാരുടെ ഫ്രണ്ടിൽ കൂടി 2 കാറുകൾ പോയാൽ മതി യവന്മാർക്ക് അടി കൂടെ.
ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് ഞങ്ങളുടെ കൂട്ടം. എല്ലാ കൂട്ടത്തിലും കാണുമല്ലേ? അതിനാണ് ഈ കിരപ്പന സോയി അങ്ങനെയാണ്. ചായ കുടിക്കാൻ ഇറങ്ങുന്നത് തന്നെ ബാക്കിയുള്ളവനെ ഊക്കാൻ. ഇനി കൂടെ ഉള്ളവനെ ഊക്കാനുള്ള സാഹചര്യം കിട്ടിയില്ലെങ്കിൽ വഴി പോണവനെ കളിയാക്കിയിട്ട് അത് കൂട്ടത്തോടെ ഇരുന്ന് പറഞ്ഞ് ചിരിക്കും. ഇതൊക്കെയാണ് ഇവന്മാരുടെ മെയിൻ ഹോബീസ്. മനസ്സിലായോ? ബട്ട് ഡു യു നോ വാട്ട്സ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ്? ഞങ്ങൾ ആരും ഇതൊന്നും പേഴ്സണൽ ആയിട്ട് എടുക്കാറില്ല. ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് മെയിൽ ഫ്രണ്ട്ഷിപ്സ്. ചിയേഴ്സ് ആൻഡ് ഐ വിൽ സീ യു അറൗണ്ട്. ബൈ. പ്രീ വർക്കൗട്ട് എഫക്റ്റ്. ഓക്കെ എടാ, എന്റെ പ്രീ വർക്കൗട്ട് ഒന്നും കേട്ടാ. ഞാനൊരു കിടിലം പ്രീ വർക്കൗട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ഗൈസ്. നിങ്ങൾ എൻ്റെ വരുന്ന വീഡിയോ കാണണം. നെക്സ്റ്റ് ലെവൽ ആയിരിക്കും. നെക്സ്റ്റ് ലെവൽ. എന്താണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത്? എന്താണ് ഇപ്പോൾ ഇന്ത്യ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ 2 വരുന്നു. നമ്മളെ പയ്യന്മാരെ സപ്പോർട്ട് ചെയ്യണം കേട്ടാ. ഞാൻ ഹാഷിറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം പ്ലീസ്. നമ്മൾ കണ്ട് ശരി, നമ്മൾ കണ്ട് ഇവിടെ ഉണ്ട്. എവിടെയോ കിടന്ന്. ഹലോ മൈക്ക് കിട്ടിയാരാ? ഓക്കെ കേട്ടാ? ഇല്ലല്ല കേക്കന്നോ. 1 second guys. Live blaster. Okay, let's go guys, let's go. എന്താ ഇപ്പൊ കണ്ടോ ഞാൻ? എവിടെ കിടന്ന് വിറകടുപ്പിന് വരെ നല്ല കാലം. Let's go baby. എങ്ങനുണ്ട് വിറകടുപ്പിന്റെ സ്വാദൊക്കെ? എങ്ങനെയുണ്ട്? എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയോ? എങ്ങനെയുണ്ട് സ്വാദ്? എങ്ങനെയുണ്ട്? മരുന്ന് ബാത്തു ലീഡർ ചന്ദ്രബോസ് Nice, 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 nice. നീ എവിടെ ഉള്ളടാ? ആരാണ് നിന്റെ തന്തേനെ തപ്പി വിളിക്കണോടാ മുണ്ടച്ചോനെ? സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഞാൻ കാട്ടാക്കട നിന്റെ വല്യമ്മച്ചിയുടെ അടുത്ത് റെഡി ആയിക്കളെ. അച്ഛനെപ്പോഴും വലിയ കഷ്ടം തന്നെ. അണ്ടി വെട്ടിട്ട് നീയൊക്കെ തോ. ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആവേ സായിപ്പ, ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആവോ? ഞാൻ കാണുന്നില്ല. ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആവും. ഞാൻ തെരുവിലേക്ക് നിർത്തി വരിക. T47 ഇഷ്യൂ. T47 അതിവിടെ പറയാം. T47 അത് കുറച്ച് ശിഖണ്ഡികളുണ്ട്. ഈ ശിഖണ്ഡികളുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഗൈസ്? ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവന്മാർ സിറ്റിക്കകത്ത് കയറിയിട്ട് എടാ ഞാനൊരു മാർക്ക് ഇടാടാ അങ്ങോട്ടൊന്ന് പോയടാ എന്ന് പറയും. ആ മാർക്കില് TV vs SRR സിറ്റുവേഷൻ നടക്കുമായിരിക്കും. എന്നിട്ട് അവിടെ പോയി മൂപ്പിച്ച് ഇങ്ങനെ തൊലിച്ചോണ്ടിരുന്നിട്ട് പറയും നീ ഇവന്മാരുടെ അടുത്ത് ഈ കണ്ട ശിഖണ്ഡികളുടെ അടുത്തൊക്കെ സംസാരിക്കണം എന്തിനാണ്? നീ ഇതാക്ക്. എന്ത് നാച്ചുറൽ ആണെന്ന് അറിയാവോ? എന്ത് നാച്ചുറൽ ആയിട്ടാണ് വന്ന് സിറ്റുവേഷൻസ് എടുക്കുന്നതെന്ന് അറിയാവോ? എന്നിട്ട് പറയും നമുക്ക്
നമുക്ക് ഈ മാസം സിറ്റുവേഷൻ വേണ്ട, അടുത്ത മാസം ആക്കാം. കാരണം എക്സാം കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്ക് KV ഒക്കെ സിറ്റി ഒക്കെ ഭരിക്കുവാണല്ലോ. കഴിവുള്ളവർ സിറ്റി ഭരിക്കും ബ്രോ. KV ഭരിക്കും, TVയും ഭരിക്കും, അങ്ങനെ കഴിവുള്ളവരൊക്കെ ഭരിക്കും. എടുത്ത വേദന എടുക്കുവേ. ചരിച്ചിട്ടാനൊക്കെ എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു പ്രശ്നം എനിക്ക് ചരിച്ചിട്ടാൽ? എന്തായിരുന്നു പ്രശ്നം? നല്ലൊരു വീഡിയോ ചരിച്ചിട്ട് TV അവസാനമാവാൻ സമയമായി. വാസുണ്ണ വേറെ എന്തെങ്കിലും പണി നോക്കി വെച്ചോ, കഞ്ഞി കുടിക്കണ്ടേ? മോനെ സെൽവ, നമ്മുടെ പഴയ കളിക്കൂട്ടുകാരൻ റോമിങ്ങാ, ഇന്റർനാഷണൽ റോമിങ്. അവർക്കെന്റെ ചാവ് കാണും. പുലകുളി അടിയന്തരത്തിന്റെ ചോറും തിന്നു. അതിന്റെ പടപ്പുകളുടെ അഹങ്കാരം ചങ്ങിനും പള്ളക്ക് ഉണ്ട കേട്ടി തന്നെ കൊണ്ട് വെറുതെ അനാവശ്യമായിട്ട് എന്നെ ചൊറിയാൻ വന്നാൽ തിരിച്ച് വാടച്ചിരിക്കുന്ന പരിപാടി എന്തായാലും എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകത്തില്ല. കൂടെ നിന്നപ്പോ ഉള്ള പരന്തുവാസിനെയല്ല നീയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് ഏത് സിറ്റുവേഷനിലാ പറഞ്ഞേകള്? തീർന്നല്ലോ അതിന്റെയൊക്കെ കഴപ്പം. തീട്ടം വെട്ടിയാൻ മുറിയാത്തൊരു പിച്ചാത്തിയിട്ട് ഇറങ്ങിയിരിക്കുന്നു ഷൺമുഖനെ ക്ഷവരം ചെയ്യാൻ. വളവീടാ, നീ എന്നെ ഉണ്ടാക്കിയ തന്തയാണല്ലേ. സിനിമയുടെ ഡയലോഗ് നമ്മള് ഗെയിംസ് ഒക്കെ വേറെ ഗെയിംസ് എല്ലാം കളിച്ച് ജീവിക്കും ബ്രോ. നീ ഇങ്ങനെ കമന്റും ചെയ്ത് ആൾക്കാരെ അളന്നും കുറ്റം പറഞ്ഞും ബാക്കിയുള്ളതിന്റെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കിയും നിന്റെ ജീവിതത്തിന്റെ ഒരു നല്ല പാർട്ട് മൊത്തം നീ കളയും. അവസാനം വടിയും കുത്തി തെക്കോട്ട് നോക്കിയിരിക്കുമ്പോ നിന്റെ വയസ്സ് ഒരു 10, 60, 65 ആയിരിക്കും. അപ്പൊ നീ ചാകും പുഴുത്ത്. മനസ്സിലായ? അതുകൊണ്ട് ഉള്ള സമയത്ത് വല്ലതും 4 അക്ഷരം പഠിക്കേ, വല്ല കട്ട പറക്കി, അല്ലെങ്കിൽ വല്ല ലൈവ് ബ്ലാസ്റ്റിംഗ് ചെയ്ത് ജീവിക്കടാവുന്നു. വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കടാ, ഉണ്ടാക്കിയ തള്ളക്കും തന്നയ്ക്കും വേണ്ടി ജീവിക്കടാ. കഴിവറ നമ്മുടെ പഴയ കളിക്കൂട്ടുകാരൻ റോമിങ്ങാ, ഇന്റർനാഷണൽ റോമിങ്. ബെല്ലാരിയിൽ അവൻ ബെല്ലാരി രാജ, വെറും പോത്ത് വെച്ചുകൊടുക്കാരൻ. സൗദിയിലെ അറബികൾക്ക് അവൻ ഡയമണ്ട് രാജ, കേട്ട പൊന്നു വെച്ചുകൊടുക്കാൻ. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഫ്ലാഷ് കളിച്ച് ലക്ഷങ്ങൾ കൊയ്ത കാലത്ത് അവന്റെ വിളിപ്പേര് മുച്ചീട്ട് രാജ. ബെൻസ് കാറുകളോട് അവനുള്ള കമ്പം സുഹൃത്തുക്കൾക്കിടയിൽ അവനെ ബെൻസ് രാജയാക്കി. മോട്ടിവേറ്റ് ആയെന്നാ? വിഷയം ബ്രോ, വിഷയം. स्ट्रॉबेरी, मैंगो, ऑरेंज, नाशपाती. मेरा दिलीप लौड़े सतीश मुटमारे राजेंद्र लौंडे ലൗഡയാ? सुनील टोपे സുനിൽ ടോപ്പ് എന്തൊക്കെയാടാ? നിങ്ങൾക്ക് എങ്ങനെ ഈ റീൽസ് ഒക്കെ എവിടുന്ന് കിട്ടുന്നത്? സത്യം. അയ്യോ, ഇത് AI ആയിരിക്കും അല്ലേ? ശരിക്കും ഉണ്ടെങ്കിലോ? ഇല്ല, കണ്ടോ, ഇത് AI. ഉണ്ടെങ്കിൽ വീട് കത്തും, അത്ര തന്നെ. അയ്യോ, കൺഫേം വീട് കത്തും. നോ റിയൽ ആണെന്നോ? റിയൽ ആണോ? ഉണ്ടോ? ലിങ്ക് ഉണ്ടോ? റിയൽ ആണെങ്കിൽ ലിങ്ക് എന്തോ അത് റിയൽ ആണോ? ഇനി എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നാ വാങ്ങിച്ചേനെ. താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിൽ ആ ചക്ക കായ്ക്കുന്നു. മാവിലച്ചക്ക തിന്നാൻ എന്തൊരവസ്ഥയാടാ. ആകെ 500 എടുത്ത് തിന്നാൻ നോക്കുമ്പോ അതും കിട്ടൂലെന്ന് പറഞ്ഞു അടിച്ചങ്ങ് പൊട്ടിക്കണേ. മോട്ടിവേറ്റ് ചെയ്യുന്ന പറയും നമ്മളിരുന്ന് ഓൺലൈൻ മോട്ടിവേറ്റ് ചെയ്യുന്ന പറയും പിള്ളേരെ. വെരി സ്മാർട്ട് ബോയ്. നല്ല മുമ്പ്
കൊറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു എഫക്റ്റ് ആയിരിക്കോ? കൊറേ നാളെ ഈ ഒരു എഫക്റ്റ് ആയിരിക്കും അല്ലേ കണ്ണൻ? നമ്മളൊക്കെ RP എന്നൊക്കെ റിട്ടയർ ആയി അട്ടം നോക്കി വീട്ടിൽ ഇരിക്കുമ്പോ ഓൾറെഡി ഇപ്പൊ റിട്ടയർഡ് അല്ലേ? മറ്റേ അഡ്മിൻ ലീവ് സർവറെ ഒരെണ്ണം ഉണ്ടാക്കും ഞാൻ അങ്ങ് പറ്റിയില്ലെങ്കിൽ. പിന്നെ സിയോൺ ആരുടെ എന്നാ വിചാരം? സിയോൺ എന്റെ സർവറാ. കേറുന്നില്ലേ? പൊറോട്ട അടിക്കണ്ടേ? കേറണം. എത്ര നോക്കട്ടെ. ക്ലോസ്ഡ് കൊറേ ഉണ്ടല്ലോടാ. കണ്ടമാനം ഇടുന്നുണ്ടല്ലോ എല്ലാരും. കൊറേ റിപ്പീറ്റാ വരുന്നത്. ഇതെല്ലാം റിപ്പീറ്റാ. കൊറേ റിപ്പീറ്റാ. എല്ലാം റിപ്പീറ്റാ. നമുക്ക് ഇതൊരു കണ്ട് സൂര്യ ബോസിനോട് കണ്ടിട്ട് നിർത്താം. എന്താ നീ അങ്ങനെ കാട്ടിയേ? തെറ്റും ശരിയൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ തോന്നി ചെയ്തു. എന്തിന്? അവന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരി നീലകണ്ഠൻ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയൊന്നുമാവില്ല. ഒന്നാളെ ഞാൻ പഠിക്കില്ല കേട്ടോ. വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിലും രോമാഞ്ചടിച്ചേട്ടോ. കേട്ടോ കണ്ണൻ? ഇത് ഇങ്ങനെയാണെങ്കിലേ സിനിമാറ്റിക് സ്റ്റാറിൽ ഒതുങ്ങും. ഇനി ഈ ക്ലിപ്സ് ഒക്കെ ഉണ്ടോ? പുതിയതൊന്നും വരത്തില്ല. ആൾക്ക് കേറാൻ പറ്റത്തില്ലല്ലോ. ഇനി പൊറോട്ട അടിക്കുന്ന കണ്ടന്റ് ഇറക്കണം എല്ലാരും. പൊറോട്ട അടിക്കുന്നു, ചായ അടിക്കുന്നു, എന്നിട്ട് നമ്മള് പാസ്തി കാണിക്കും. മറ്റേ പൊറോട്ട അടിക്കും. ഞാനാണെങ്കിൽ ഇവിടെ ഒരു ഓളയിപ്പൊക്കെ ഉണ്ടാക്കട്ടെ കണ്ണ. ഇപ്പൊ ഞാൻ കാര്യം കാണിച്ചേട്ടാ.